അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ലവരായ വിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഖുതുബയിൽ നാം കേൾക്കുകയുണ്ടായത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ പള്ളികളെ കുറിച്ചാണ്. അൽ മസാജിദ്, പള്ളികൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തന്നതുപോലെ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽപ്പെട്ടതാണ് പള്ളി എന്നുള്ളത്. ഈ പള്ളിയുടെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും അറിയിക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. അതിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായതും ആ പള്ളിയുടെ മഹത്വത്തെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമായ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്ത് ഇന്ന് ഖുതുബയിൽ നാം കേൾക്കുകയുണ്ടായി. അവിടെ അള്ളാഹു പള്ളികളെക്കുറിച്ച് പറയുന്നത് വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് എന്നാണ്. അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന എല്ലാത്തിനും ഒരുപാട് മഹത്വമുണ്ട്. അതിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത എപ്പോഴും ധാരാളമായിരിക്കും. അതുകൊണ്ട് തന്നെ പള്ളിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ വഅന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് എന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് തന്നെ അതിൻ്റെ ശ്രേഷ്ഠതയെ, അതിൻ്റെ മഹത്വത്തെ അറിയിക്കുന്ന ഒന്നായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളെ, അല്ലെങ്കിൽ പള്ളിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പള്ളികളെ പരിപാലനം ചെയ്യുന്നത്, പള്ളിയുമായി ബന്ധപ്പെടുന്നത്. ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. നമസ്കരിക്കാൻ നിരന്തരം പള്ളിയിലേക്ക് വരുന്നവർ, പള്ളിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, ദിക്റുകളിലും ദുആയിലുമായി പള്ളിയിൽ സമയം ചെലവഴിക്കുന്നവർ, അങ്ങനെ പള്ളിയെ പരിപാലനം ചെയ്യുന്ന ആളുകൾ അവരാരായിരിക്കും? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തും വിശ്വസിക്കുന്ന ആളുകളായിരിക്കും അവർ. അപ്പോൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ പള്ളിയുമായി ബന്ധപ്പെടാനും അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ കഴിയുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദ, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അതിന് പകരമായി അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ പള്ളി എങ്ങനെയുള്ള പള്ളിയാണ്? മറ്റൊരു ഹദീസിൽ പ്രവാചകൻ അത് പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിന് ഒരു പള്ളി നിർമ്മിച്ചു, കമഫ്ഹസി ഖതാത്തിൻ, ഒരു ചെറിയ കുരുവിക്ക് താമസിക്കാനുള്ള സ്ഥലം, അത്രയും ചെറിയ പള്ളി അല്ലെങ്കിൽ അത്രയും ചെറിയ ഒരു സ്ഥലമാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പള്ളിയായി, മസ്ജിദുകളായി നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ പോലും ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അതിന് പകരമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയുടെ മഹത്വങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പള്ളി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ സ്വഹാബികൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചു, ബിബിനാഇൽ മസാജിദി ഫി ജമീഇദ് ദൂർ, എല്ലാ നാടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് പള്ളികളിലേക്ക് ജുമായിനും ജമാഅത്തിനും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്ത് നിങ്ങൾ ആളുകൾക്ക് പള്ളി നിർമ്മിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിർമ്മിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം പള്ളികൾ ഇപ്പോൾ
തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചം പകരുന്ന ധാരാളം പള്ളികൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടായി വരുന്നുണ്ട്. അവിടെയൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സംഭാവനകൾ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യണം. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ചെറിയ കൂലിയൊന്നുമല്ല. ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവർക്കൊരു വീട് അള്ളാഹു നിർമ്മിക്കുമെന്നുള്ളതാണ്. അതൊരിക്കലും ചെറിയ മഹത്വമല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പള്ളിയുടെ കാര്യത്തിൽ പള്ളിയെ മഹത്വവൽക്കരിച്ച്, പള്ളിയെ മഹത്വത്തോടു കൂടി പള്ളിയെ ബഹുമാനിക്കുന്നവർ, പള്ളിയെ ആദരിക്കുന്നവർ, അതാർക്ക് മാത്രമാണ് സാധിക്കുന്നത്? വമൻ യുഅദ്ദിം ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ശആഇറുകൾ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ, അതിൽപ്പെട്ടതാണ് പള്ളികൾ. ആ പള്ളിയെ ആദരിക്കുന്നവർ ആരായിരിക്കും? അത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൽ തഖ്വയുള്ള, ഭയഭക്തിയുള്ള, അള്ളാഹുവിനെ കുറിച്ച് പേടിയുള്ള ആളുകളുടെ ഉദാഹരണമാണ്, അതിൻ്റെ അടയാളമാണ് എന്ത്? പള്ളിയോടുള്ള സ്നേഹം, പള്ളിയുമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ പള്ളിയെ ആദരിക്കുക എന്നുള്ളത്. അതിന് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. പള്ളിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇന്ന് ഖതീബ് ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, സ്വഹാബികളുടെ ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, ഏറ്റവും നല്ല സുഗന്ധം പൂശിക്കൊണ്ടായിരുന്നു അദ്ദേഹം പള്ളിയിലേക്ക് വന്നിരുന്നത് എന്നാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത്, അദ്ദേഹം പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു വഴിയിലൂടെ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ നടന്നു വന്നിട്ടുണ്ട് എന്ന് ഒരുപാട് ആളുകൾ അറിയും. എങ്ങനെ? അദ്ദേഹം ധരിച്ച, അല്ലെങ്കിൽ അദ്ദേഹം ധരിച്ച അത്തറിൻ്റെ മണം കാരണം ആളുകൾ അറിയുമായിരുന്നു അദ്ദേഹം ഈ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന്. അപ്പം അങ്ങനെ പള്ളിയെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, അത്തർ തേച്ച്, അതേപോലെ തന്നെ അങ്ങനെ പള്ളിയിലേക്ക് നല്ല ഒരുങ്ങി പള്ളിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസാജിദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ സീനത്ത്, ഭംഗി കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ പള്ളിയിലേക്ക് വരേണ്ടത്. രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടല്ല നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇന്ന് ഖതീബ് ഖുതുബയിൽ സൂചിപ്പിച്ചത്. പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും നമസ്കാരത്തിനും, അതേപോലെ അള്ളാഹുവിന് പ്രീതിയുള്ള, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പള്ളികൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ ഇന്ന് ചിലയിടത്തൊക്കെ കാണുന്നത് പോലെ കളിക്കാനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പള്ളികളുള്ളത്. പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണ്? അള്ളാഹു സൂറത്തു നൂറിലൂടെ പറഞ്ഞതുപോലെ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു. ഫീ ബുയൂത്തിൻ, അള്ളാഹുവിൻ്റെ പള്ളികൾ എന്തുള്ളതാണ്? അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, അള്ളാഹുവിൻ്റെ നാമം അത് ഉയർത്തപ്പെടാനും അത് സ്മരിക്കപ്പെടാനും വേണ്ടിയാണ് പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെ ഉദ്ദേശം നമസ്കാരം, അതേപോലെ ഖുർആൻ പാരായണം, അങ്ങനെ തുടങ്ങി നന്മകൾ ധാരാളമായി ചെയ്യാൻ വേണ്ടി അള്ളാഹു നിർമ്മിച്ചതാണ് പള്ളികൾ എന്നുള്ളതാണ്. അതുകൊണ്ട് പള്ളിയെ ആ രൂപത്തിൽ നമ്മൾ കാണണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. പള്ളിയെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് പള്ളിയുടെ വൃത്തി നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. പള്ളിയുടെ വൃത്തി കാത്തു സൂക്ഷിക്കുന്നതിന് ധാരാളം മഹത്വം അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ പള്ളിയിൽ നടന്ന ഒരു സംഭവം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പ്രവാചകന്റെ പള്ളിയിൽ എന്നും പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ പെട്ടെന്ന് ഒരു ദിവസം കാണാതായപ്പോൾ പ്രവാചകൻ സ്വഹാബികളോട് ചോദിച്ചു, എവിടെയാണ് ആ സ്ത്രീ? അവർ പറഞ്ഞു, ആ സ്ത്രീ മരണപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ആ മരണ വാർത്ത എന്നെ അറിയിച്ചുകൂടായിരുന്നോ എന്ന് സ്വഹാബികളോട് പ്രവാചകൻ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ദുല്ലൂനി അലാ ഖബരിഹ, ആ സ്ത്രീയുടെ, അവരുടെ ഖബർ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ സ്വഹാബികൾ ആ ഖബർ കാണിച്ചു കൊടുത്തു. ആ ഖബറിൻ്റെ അടുത്ത് പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ, ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ നമസ്കാരം കാരണം ഈ ഖബറിലേക്ക് അള്ളാഹു വെളിച്ചമിട്ടു കൊടുത്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആ സ്ത്രീയുടെ ഖബറിൽ വെളിച്ചം ലഭിക്കാൻ കാരണമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരമാണ്. പ്രവാചകൻ ആ സ്ത്രീയുടെ ഖബർ തെരഞ്ഞെടുത്ത് പോകാൻ, അല്ലെങ്കിൽ കണ്ടെത്താൻ കാരണമായത് എന്താണ്? ആ സ്ത്രീ പള്ളിയുമായി ബന്ധപ്പെടുന്ന സ്ത്രീയായിരുന്നു, അല്ലെങ്കിൽ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്ന കാരണം കൊണ്ടാണ്. അതുകൊണ്ട് പള്ളിയുടെ വൃത്തി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അത് പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കഴിച്ച് പള്ളിയിലേക്ക് നിങ്ങൾ വരാൻ പാടില്ല. കാരണം എന്താ? ഇന്ന് ഖത്തീബ് ഖുതുബയിൽ അത് സൂചിപ്പിച്ചു. കാരണം എന്താ? അത് മലക്കുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇന്നൽ മലായികത തതഅദ്ദ മിൻമാ യതഅദ്ദ മിൻഹു ഇബ്നു ആദം. ആദം സന്തതികൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മലക്കുകൾക്കും അത് ഉപദ്രവം ഉണ്ടാക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായും മോശമായ സ്മെല്ലും അതേപോലെ തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണവും അതൊക്കെ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിലായിരിക്കരുത് എന്ന് പ്രത്യേകം ഇവിടെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ ആദാബുകൾ, മര്യാദകളിൽ ഖതീബ് പ്രത്യേകമായി സൂചിപ്പിച്ചത് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മൊബൈൽ സൈലൻ്റ് ആക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പള്ളിയുടെ മര്യാദകളിൽപ്പെട്ടതാണ്. ചില സമയത്ത് വളരെ ഇഖ്ലാസോടുകൂടി ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത്, നല്ല ഖുർആൻ പാരായണം കേൾക്കുന്ന സമയത്ത് ആരെങ്കിലൊക്കെ ഒരാളുണ്ടാകും, അയാളുടെ മൊബൈലിൽ നിന്ന് ഇങ്ങനെ മ്യൂസിക്കുകൾ കേൾക്കാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മൊബൈലിൽ നമ്മൾ റിംഗ് ടൂണായി വെക്കേണ്ടത് അത്തരത്തിൽ മ്യൂസിക്കുകളും ഹറാമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ മൊബൈലിൽ നമ്മൾ റിംഗ് ടൂണായി വെക്കാൻ തന്നെ പാടില്ല. അത് പ്രത്യേകമായും പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഒരുപാട് നമുക്ക് ചില സമയത്ത് കാണാം, പ്രത്യേകിച്ച് തറാവീഹ് നമസ്കാരത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് നേരം നിസ്കരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുമ്പോൾ ആ ശ്രദ്ധയൊക്കെ ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ ചില ആളുകൾ ആരുടെയെങ്കിലും ഒരാളുടെ മൊബൈൽ ഇങ്ങനെ റിംഗ് ചെയ്താൽ മതി, എല്ലാവരുടെയും ശ്രദ്ധ അതോടുകൂടി ഇല്ലാതെയാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം എന്നാണ് ഖതീബ് ഇവിടെ സൂചിപ്പിച്ചത്. പള്ളിയുടെ മര്യാദകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നേരത്തെ ആദ്യം ഞാൻ ഓതിവെച്ച സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ആ പള്ളികളിൽ അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. സഹായ തേട്ടങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് സഹായ തേട്ടമുള്ള, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന, അല്ലാഹു അല്ലാത്തവരോട് അഭയം തേടുന്ന, അല്ലാഹു അല്ലാത്തവരോട് സഹായ തേട്ടം അടങ്ങുന്ന ഒന്നും പള്ളികളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പള്ളിയുടെ പ്രധാനപ്പെട്ട മര്യാദകളിൽ പെട്ടതാണ് എന്ന് ഖതീബ് ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, പള്ളിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അർശിൻ്റെ തണലിൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് റജുലുൻ, ഒരു വ്യക്തി, ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞു. ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആരാണിത്? കൃത്യമായി ജമാഅത്തുകളിലേക്ക് വരുന്ന, അതേപോലെ പള്ളിയുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ മര്യാദകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത്തരത്തിൽ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനഹ വഫിൽ ആഖിറതി ഹസനഹ വഖിനാ അദാബൻ നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.